ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ്. ശരിക്കും യു എ ഇക്കും സൗദി അറേബ്യയ്ക്കും ഇടയിൽ നടന്ന ഒരു ഗെയിം പ്ലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ തുടർ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ അണിയറയിൽ വലിയ നീക്കങ്ങളാണ് നടത്തുന്നത്. അതായത് യു എ ഇക്കുള്ളിൽ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS മുഹമ്മദ് ബിൻ സൽമാൻ, അതായത് ഒരു കാലഘട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനെ ഗുരുതുല്യനായിട്ട് കണക്കാക്കിക്കൊണ്ട് ദുബായ്, അബുദാബി പോലത്തെ നഗരങ്ങളിലെ ഡെവലപ്മെന്റ്സ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇവരെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഇതേപോലത്തെ മാറ്റങ്ങൾ സൗദി അറേബ്യയ്ക്കുള്ളിലും കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇവരെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കാണിച്ചുകൊണ്ട് നിരന്തരം അറബ് ലീഗിൻ്റെ ഉള്ളിലായിക്കോട്ടെ, OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ആ ഗ്രൂപ്പിലായിക്കോട്ടെ, ഇവിടെയെല്ലാം ഇവരെ പ്രശംസിച്ച് സംസാരിച്ച് പലപ്പോഴായിട്ട് അഭിനന്ദിച്ചിട്ടുള്ള ആളാണ് MBS. അതൊരു ശിഷ്യൻ എന്നുള്ള നിലയിൽ. പിന്നീട് ഇപ്പം അധികാരം കയ്യിൽ വന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ ബിഹേവിയർ കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുകയാണ്. ഇതിനകത്ത് UAE ക്ക് യമനിൽ പോവേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം, അതായത് അന്ന് MBS-ഉം MBZ-ഉം, അതായത് മുഹമ്മദ് ബിൻ സൽമാനും സൗദിയുടെ ക്രൗൺ പ്രിൻസും അതേപോലെ UAE-യുടെ അന്നത്തെ അബുദാബിയിലെ ക്രൗൺ പ്രിൻസ്, കാരണം അന്ന് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാനാണ് അന്നത്തെ UAE ഭരണാധികാരി. അപ്പോൾ പുള്ളിക്കാരൻ്റെ മകനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അന്ന് ക്രൗൺ പ്രിൻസ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ ക്രൗൺ പ്രിൻസ്മാരും കൂടി ചേർന്നിട്ട് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. വളരെ ശക്തമായ ബോണ്ടിങ് ആയിരുന്നു. അന്നത്തെ അറബ് വസന്തത്തിനെ ചെറുത്ത് തോൽപ്പിക്കാനും ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇമാതിരിപ്പെട്ട അറബ് വസന്തം മാതൃകയിലുള്ള തീവ്രവാദങ്ങൾ ഉള്ളിലേക്ക് കടന്നു കയറാതിരിക്കാനും വേണ്ടിയിട്ട് വളരെ ശക്തമായ നിലപാടെടുത്ത് ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യം അന്ന് മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇവരുടെ സൗഹൃദം വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അതിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള ഈ ഒരു സഞ്ചാരം, ഇത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വളരെ ചുരുക്കത്തിൽ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞു വയ്ക്കാം. ഈ വിഷയം വേറെ ഒന്നുമില്ല. ഈ മുഹമ്മദ് ബിൻ സൽമാൻ 2021 2016 ഇവർ തമ്മിൽ ഒരുമിച്ച് യമൻ്റെ ഉള്ളിൽ പോയിട്ട് ഹൂത്തികൾക്കെതിരെ യുദ്ധം നടത്തുന്നത്. അന്നത്തെ യമനിലെ സുന്നി സമൂഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ള നിലയിലാണ് ഇവർ ഇറങ്ങി തിരിച്ചത്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവിടെ പ്രശ്നം വേറെ ഒന്നുമില്ല. പ്രശ്നം സൗദി അറേബ്യയെ ആക്രമിക്കും ആര്? ഹൂത്തികൾ. കാരണം അത് ആശയപരമായി, പ്രത്യേകിച്ചും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായി ഈ ഹൂത്തികൾ എയിം ചെയ്യുന്നത് ഈ കഅബ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പുണ്യസ്ഥലത്തിനെ തകർക്കാനാണ് ഇവരെ ലക്ഷ്യമിടുന്നത്. ഇവരുടെ ആശയപരമായ നീക്കം തന്നെ അങ്ങനെയാണ്. കാരണം ഈ ഹൂത്തികൾ, അതേപോലെ ഹിസ്ബുള്ള, ഇതേപോലത്തെ ഷിയ വിശ്വാസികളുടെ പുണ്യസ്ഥലം എന്ന് പറയുന്നത് കർബലയാണ്. കർബല ഉള്ളിലാണുള്ളത്. അപ്പോൾ ഈ കർബലയാണ് അവർ ഈ കഅബ പോലെ, സുന്നി മുസ്ലിംസിന്റെ പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് ആയിട്ടുള്ള ഈ കഅബ പോലെ അവർക്ക് വേറൊരു സ്ഥലമുണ്ട്, അതാണ് കർബല. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള വിശ്വാസപരമായ പോരാട്ടത്തിന്റെ ഒരു പരിണിത ഫലമാണ് ശരിക്കും യമൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം. യമനിലാണ് ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. കാരണം യമൻ ഒരു ബാരിയറാണ്. അപ്പോൾ യമൻ തകർന്നു കഴിഞ്ഞാൽ ഷിയ വിശ്വാസികൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഇറാഖ്, ഇറാൻ, ഈ രണ്ട് സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ഷിയ വിശ്വാസികളുണ്ട്. ലെബനനിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഡാർക്ക് കളറിൽ കോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഷിയ വിശ്വാസികൾ ഡോമിനേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഇതിൽ ലൈറ്റ് കളറിൽ കോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ സുന്നി മുസ്ലിംസ് ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ യമൻ എന്ന് പറയുന്നത് സൗദിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് സൗദിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പോയിന്റ് ആണ്. യമൻ തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൗദിക്കുള്ളിലേക്ക് പ്രശ്നം വരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ എയിം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം ഇറാനികൾ, ഈ ഷിയ വിശ്വാസികളായിട്ടുള്ള ഇറാനികൾ ഏറ്റവും കൂടുതൽ ഹൂത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കഅബയെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ്. അതേപോലെ യമൻ്റെ ഉള്ളിലുള്ള സുന്നി മുസ്ലിംസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ സുരക്ഷയുടെ പ്രശ്നം കൂടിയാണ്. ഇതാണ് ഇവിടുത്തെ ഗെയിം പ്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ UAE ശരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവിടെ ഹൂത്തികളെയാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ചേർത്ത് തോൽപ്പിക്കേണ്ടത്. പക്ഷെ അതിന് പകരം UAE-യെ ചേർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു മിസ്റ്റേക്കാണ് ഇപ്പം സൗദി അറേബ്യ ചെയ്തിരിക്കുന്നത്. ഇനി സൗദി അറേബ്യ 2016 മുതൽ 2019 വരെ ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. 2019 വിള്ളൽ വിള്ളൽ വീഴുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് സൗദി അറേബ്യ അവരുടെ ആക്ഷൻ പ്ലാനും സിറ്റിയുടെ പ്ലാനിങ്ങും എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് വൻതോതിൽ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലോ അമെൻമെന്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് 2021 UAE-ക്കെതിരെ പ്രത്യക്ഷത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു MBS.
ഇതാണ് പ്രശ്നത്തിന്റെ തുടക്കം 2021. എന്താണ് MBS പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഖത്തറിനെതിരെ ഞാൻ കുറെ കാലം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു, അതേ മാതൃകയിൽ ഞാൻ UAE ആക്കി തീർക്കുമെന്നാണ് പറഞ്ഞു വെച്ചത്. ഈ സ്റ്റേറ്റ്മെന്റ് വല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് പ്രചരിപ്പിച്ചതിൽ ഖത്തറിന്റെ മാധ്യമമായിട്ടുള്ള അൽ ജസീറയ്ക്ക് പ്രധാന പങ്കുണ്ട്. അപ്പൊ ഇത് അറബ് രാജ്യങ്ങൾ ഒട്ടാകെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുക. ഇതിനെ തുടർന്ന് UAE കുറെ കാലം ഈ അൽ ജസീറ എന്ന് പറഞ്ഞ ചാനൽ ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. UAEക്കുള്ളിൽ അൽ ജസീറ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിയമം വരെ UAE നടപ്പിലാക്കിയിരുന്നു. പ്രത്യക്ഷത്തിൽ അന്ന് ഖത്തറിനെതിരെ സൗദി അറേബ്യ എടുത്തിരുന്ന തീരുമാനത്തിനെ UAE അനുകൂലിച്ചിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിലവിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, UAEക്കുള്ളിൽ തന്നെ 7 എമിറേറ്റുകളാണുള്ളത്. ഈ 7 എമിറേറ്റുകളിലും 7 രാജാക്കന്മാരാണുള്ളത്. ഈ രാജാക്കന്മാരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും ഫെഡറൽ സ്റ്റേറ്റിനെ സ്വാധീനിക്കും. അപ്പൊ ഈ ഫെഡറൽ സ്റ്റേറ്റിന്റെ തലവനായിട്ട് ഇപ്പോൾ ഉള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ്. ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത് എങ്ങനെയാണ് സാധിക്കാന്ന് പറഞ്ഞാൽ, സൗദിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പത്തിൽ നിൽക്കുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് ഷാർജ. ഈ ഷാർജ ഷെയ്ഖ് കൃത്യമായിട്ട് സൗദിയുടെ അതേ ഓതന്റിസിറ്റി ഉള്ള ലോ ആൻഡ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. ഷാർജ മാത്രം. ഷാർജയ്ക്കുള്ളിൽ UAEയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഷാർജ കുറച്ചുകൂടെ റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള നിയമങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഇങ്ങനെ 7 എമിറേറ്റുകളിൽ തന്നെ ഈ ഷാർജ ഷെയ്ഖിനെ പിന്തുണയ്ക്കുന്ന മറ്റ് എമിറേറ്റ് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് സൗദി അറേബ്യ ഷാർജയിലൂടെ സ്വാധീനം ചെലുത്തി ഈ UAEയുടെ ഫെഡറൽ സ്റ്റേറ്റുകൾക്കുള്ളിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഇവര് ഒരേ സമയം ദുബായിയുടെ വളർച്ചയെ അല്ലെങ്കിൽ ദുബായിയുടെ ഡെവലപ്മെന്റിനെ ഇവര് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുകയും, ആരാണ്? ഷാർജയല്ല, സൗദി അറേബ്യ ശ്രമിക്കുകയും, അതേസമയം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനെതിരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർജ ത്രൂ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഒരു 20 ദിവസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഒരു സൈഡിൽ ദുബായ് അബുദാബി എന്നുള്ള രീതിയിൽ ദുബായ് ഭരണാധികാരിയെ പ്രസിഡന്റ് ആക്കാനും തുടർന്ന് അബുദാബിയെ സൈഡ് ലൈൻ ചെയ്യാനും സെക്കൻഡ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, UAEയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ളത് അബുദാബിയിലാണ്. അബുദാബിയാണ് മറ്റുള്ള എമിറേറ്റുകൾക്കൊക്കെ പലപ്പോഴായിട്ട് ഫണ്ട് കൊടുക്കുന്നത്. ശരിക്കും ദുബായ് ബുർജ് ഖലീഫ പണിത സമയത്ത്, അത് ഇനോഗ്രേറ്റ് ചെയ്ത സമയത്ത്, ഈ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിന്റെ പേര് ബുർജ് ദുബായ് എന്നായിരുന്നു. ഇത് അബുദാബിയിലെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഇതിനെ ഫണ്ട് ചെയ്ത് അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ പേരിൽ ദുബായ്, ഈ ബുർജ് ദുബായ് എന്ന് പറഞ്ഞ ആ ഒരു ബിൽഡിങ്ങിന് കൊടുത്ത പേരാണ് ബുർജ് ഖലീഫ. ഏതാണ്ട് ഈ ബുർജ് ഖലീഫ പണിയാൻ ചെലവാക്കിയ പൈസയുടെ ഏതാണ്ട് ഒരു 75% പുള്ളിക്കാരൻ ദുബായ്ക്ക് നൽകി എന്നുള്ളതാണ് അറിവ്. ഈ രീതിയിലുള്ള കണക്ഷൻസ് ആണ് UAEക്കുള്ളിലുള്ളത്. അപ്പം ഇതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയെ സമീപിച്ചത്. അപ്പൊ ഇന്ത്യയെ സമീപിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇതാണ് റീസൺ. ഇന്ത്യയുമായിട്ട് UAE നടത്താനിരിക്കുന്ന ബിസിനസ് എന്താണ്, അതിലൂടെ UAE ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൽ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അതിലുപരിയായിട്ട് ഇപ്പം നിലവിൽ ഇവർ തമ്മിലുള്ള ഒരു റൈവൽറി, ആ റൈവൽറി ഇപ്പം ഏത് അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് പറഞ്ഞാൽ, സൗദി അറേബ്യ UAE യമനിൽ നിന്നും പിന്മാറുന്നു എന്ന് അറിയിച്ച ഉടനെ തന്നെ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS പറഞ്ഞത്, അതായത് സൗദി അറേബ്യ പിന്മാറാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മാധ്യമപ്രവർത്തകർത്താണ് നടത്തിയത്. പക്ഷേ സൗദി അറേബ്യയിലെ മാധ്യമപ്രവർത്തകർ, സൗദി അറേബ്യയിലെ സോ കോൾഡ് റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് പുലികളുണ്ട് അവിടെ. ഈ പുലികളെല്ലാം കൂടി, അതായത് MBS വരുന്നതിന് മുമ്പ് ഇവരെല്ലാം തന്നെ സൗദി അറേബ്യയിലെ പബ്ലിക് പോലീസ് ആയിരുന്നു. ഈ പബ്ലിക് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും റിലീജിയസ് ടീച്ചേഴ്സ് ആണ്. ഈ റിലീജിയസ് ടീച്ചേഴ്സ് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്തൊക്കെ ഈ മൊറാലിറ്റിയും ഈ ഫണ്ടമെന്റൽസും ഒക്കെ കൃത്യമായിട്ട് മുസ്ലിംസ് ഫോളോ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് പബ്ലിക് പോലീസിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സദാചാര പോലീസ് എന്നാണ് ഇവരെ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ സദാചാര പോലീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് MBS വന്നതിന് ശേഷമാണ് ഈ സദാചാര പോലീസുകളെയൊക്കെ നിങ്ങൾ പള്ളിയിൽ പ്രവർത്തിച്ചാൽ മതി, നിങ്ങൾ പൊതുസ്ഥലത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ പിൻവലിച്ചത്. അപ്പൊ ഇവര് ഒരു സംഘം ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ സമൂഹം, ഇവരുടെ സൊസൈറ്റി, സൗദിയിലെ രാജാവ് പരിഷ്കൃതനായി എന്ന് പറഞ്ഞാലും സൗദിയുടെ ജനങ്ങൾ പരിഷ്കൃതരായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് MBS നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, MBS കുറെ കാലമായി തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമായിട്ട് പുള്ളിക്കാരൻ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കുറെ കാലമായി. അപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രോജക്ട് തുടങ്ങിയായിരുന്നു, നിയോം എന്ന് പറഞ്ഞുള്ള പ്രോജക്ട്. ആ പ്രോജക്ട് തന്നെ ഇപ്പം കിടന്ന് എഴയുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനില്ല, നഷ്ടത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ദുബായ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജുകൾ ഓഫർ ചെയ്യുന്നു. അപ്പൊ ദുബായ് ശരിക്കും സൗദി അറേബ്യയ്ക്ക് ഒരു വെല്ലുവിളിയാണ്, അന്നും ഇന്നും എന്നും. അപ്പൊ അങ്ങനത്തെ ദുബായ്, അബുദാബി പോലത്തെ നഗരങ്ങളെ സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് മാറ്റണം. അതാണ് ഇപ്പം ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്ന മത്സരം.
അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ നിക്ഷേപം സൗദി അറേബ്യയ്ക്ക് വേണമെന്നാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. അപ്പൊ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഡോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യയെ മാറ്റുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ ലക്ഷ്യം. പക്ഷേ ഇതിനൊരു കാര്യം സംഭവിക്കേണ്ടത് വെച്ചാൽ ഈ വെസ്റ്റേൺ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയ്ക്കുള്ളിൽ വരണമെങ്കിൽ സൗദി അറേബ്യ മതപരമായ കാര്യങ്ങളിൽ വൻതോതിലുള്ള അഴിച്ചുപണി നടത്തേണ്ടതുണ്ട്. ഇപ്പൊ ഖത്തർ ആയിക്കോട്ടെ, അതായത് ദോഹ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സൗദി അറേബ്യ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ജോയിന്റ് വെഞ്ചർ ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ നടക്കും. അത് റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനാണ് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് താല്പര്യം. അതിലുപരിയായിട്ട് എന്തെങ്കിലും ടെക്നോളജി ട്രാൻസ്ഫർ, അതായത് ഓയിൽ എടുക്കുക, ഗ്യാസ് എടുക്കുക, ഇമാതിരിപ്പെട്ട എന്തെങ്കിലുമൊക്കെ ലെവറേജ് ഉള്ള ബിസിനസ്സുകൾ അവർ ഓഫർ ചെയ്യുന്നെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കൂലിയും അവർ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം UAE ആണെങ്കിൽ അങ്ങനെയല്ല. UAE ആൾക്കാർ ധൈര്യപൂർവ്വം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വീട് വാങ്ങിക്കുന്നുണ്ട്, സ്ഥലങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള രീതിയിൽ UAE അവരുടെ വിസ നിയമങ്ങളിലൊക്കെ അമെൻമെന്റുകൾ വരുത്തുന്നുണ്ട്. ഗോൾഡൻ വിസ മാതൃകയിലുള്ള ലോങ് ടേം വിസയൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 10 വർഷത്തേക്കൊക്കെ വിസ ഇഷ്യൂ ചെയ്യാണ്. ശരിക്കും UAEക്ക് ഒരു ചെറിയ അബദ്ധം പറ്റിയത് എവിടെയാണെന്ന് പറഞ്ഞാൽ വേൾഡ് എക്സ്പോ 2020 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് അത് UAEക്ക് കൃത്യസമയത്ത് നടത്താൻ പറ്റിയില്ല. 1 ഇയർ ലേറ്റ് ആയിട്ടാണ് നടത്താൻ കഴിഞ്ഞത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇസ്രായേലികൾക്ക് വിസ കൊടുക്കേണ്ട നിർബന്ധിത അവസ്ഥയിലേക്ക് UAE മാറുകയായിരുന്നു അന്ന്. പക്ഷെ അതേ സാഹചര്യത്തിൽ UAEക്ക് വേൾഡ് എക്സ്പോ നടത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അപ്പൊ വേൾഡ് എക്സ്പോ കൗൺസിൽ ഇസ്രായേലി പൗരന്മാർക്ക് വിസ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വേൾഡ് എക്സ്പോ നടത്താൻ പറ്റുകയില്ല എന്നുള്ളതാണ് അവരുടെ പ്രോട്ടോകോളിലുള്ളത്. കാരണം അവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്നത് വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, ഒരുപാട് ബാങ്കിങ് സെക്ടറുകളിൽ ഇൻവോൾവ്മെന്റ് ഉള്ള, ഒരുപാട് എന്റർപ്രണേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂവിഷ് കമ്മ്യൂണിറ്റി. അപ്പൊ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ വേൾഡ് എക്സ്പോ നടത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് UAE അന്ന് മാറുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് സൗദി അറേബ്യയും അന്ന് UAEയുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ല രീതിയിലുള്ള റാപ്പോയിലാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇതേപോലെ ഇസ്രായേൽ ഗാസയൊന്നും ആരും തന്നെ പ്രഡിക്റ്റ് ചെയ്തിരുന്നില്ല. അന്ന് അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ വെച്ചിട്ട് UAE, സൗദി അറേബ്യ, മൊറോക്കോ, ബഹ്റൈൻ ഇമാതിരിപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇതിൽ ഒപ്പുവെച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു സമയം കൂടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ട്രംപ് ഇലക്ഷനിൽ പരാജയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ലോകക്രമം അപ്പാടെ അങ്ങ് മാറുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഒരു ചെറിയൊരു ഇടവേള വരുന്നുണ്ട്. ആ ഇടവേളയിലാണ് ഇമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ സൗദി അറേബ്യ ഇപ്പൊ ആരോപിക്കുന്നത് ഇസ്രായേലിന്റെ ട്രോജനാണ് UAE എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇത് സൗദി അറേബ്യ മാത്രമല്ല പറയുന്നത്, മറ്റുള്ള രാജ്യങ്ങളെയും കൂടി ചേർത്ത് പറയിപ്പിക്കുകയാണ്. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് സൗദി അറേബ്യയിലെ മാധ്യമങ്ങളാണ്. സൗദി അറേബ്യയുടെ മാധ്യമത്തിന് ഇതിന് വളരെയധികം പങ്കുണ്ട്. സൗദി അറേബ്യ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ UAEയെ ക്രിട്ടിസൈസ് ചെയ്യുകയും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുകയാണ് മനഃപൂർവ്വം. അപ്പൊ അതിന് ബദലായിട്ട് സൗദി അറേബ്യ ഈ ഏരിയയിൽ ഡോമിനൻസ് ഉറപ്പിക്കാനാണ് ഈജിപ്ത്, സൊമാലിയ പോലത്തെ രാജ്യങ്ങളുമായിട്ട് ഡിഫൻസ് ഡീൽ വെക്കുകയും അവിടെ നിന്ന് UAEയെ പുറത്താക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അതിനെ തുടർന്ന് ആഫ്രിക്കൻ റീജിയനിൽ UAEക്ക് എവിടെയൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നോ, സുഡാൻ ഉൾപ്പെടെയുള്ള ലിബിയ, സുഡാൻ ഇമാതിരിപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം സൗദി അറേബ്യ UAEയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻവോൾവ്മെന്റ് പാകിസ്ഥാനും തുർക്കിയും പോലും UAEയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി MBSനുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് MBS പാകിസ്ഥാനെ കൊണ്ടൊരു ഗുണമില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ, അതായത് പാകിസ്ഥാൻ UAEയുടെ സൈഡിൽ പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ പാകിസ്ഥാനെ വിളിച്ച് ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തത്. അല്ലാതെ പാകിസ്ഥാൻ അവർക്ക് ന്യൂക്ലിയർ അംബ്രല്ല കൊടുക്കും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും MBSനില്ല. തുർക്കി എല്ലാ കാലത്തും സൗദി അറേബ്യയുടെ എതിർചേരിയിൽ പൊളിറ്റിക്കലി നിലകൊള്ളുന്ന തുർക്കി പോലും സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കാണിച്ചത് MBSന്റെ വിട്ടുവീഴ്ചയും MBS കൊടുത്ത ഓർഡർ, തുർക്കിയെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് MBS കൊടുത്തു ഖാൻ ഫൈറ്റർ ജെറ്റ്, 100 ഖാൻ ഫൈറ്റർ ജെറ്റുകൾക്ക് സൗദി അറേബ്യ ഓർഡർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രപ്പോസൽ ഇറക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് നീക്കിയ ഉടനെ തുർക്കി അപ്പാടെ സൗദി അറേബ്യയുടെ സൈഡിൽ വീഴുകയായിരുന്നു. ഇങ്ങനെ UAEക്കെതിരെ എല്ലാ രാജ്യങ്ങളെയും അണിനിരത്താൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ കൃത്യമായി ഗെയിം പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് വാർത്ത. സൗദിയിലെ മാധ്യമം പച്ചയ്ക്ക് തന്നെ എഴുതി UAE വഞ്ചന ചെയ്തു, അസ്ഥിരതയാണ്, ഇസ്രായേലിന്റെ ട്രോജൻ ഹോഴ്സ് ആണ്. അബുദാബിയുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ, ആഫ്രിക്കൻ റീജിയനിൽ നടക്കുന്ന പദ്ധതികളായിക്കോട്ടെ, യമനിലുള്ള പദ്ധതികളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് നിരന്തരം പത്രത്തിൽ പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പൊതുവിലെ സൗദി അറേബ്യയുടെ ഉള്ളിലുള്ള ജനങ്ങളുടെ ഇടയിലും ഈ വികാരം ആളിക്കത്താൻ സഹായകരമായി. അത് MBSനെ ഒരു പരിധിവരെ പ്രേരിപ്പിച്ചു UAEക്കെതിരെ നടപടിയെടുക്കാൻ. അവസാനം എത്തി നിന്നത് UAE ആഫ്രിക്കയിലും അതേപോലെ യമനിലൊക്കെ സൗദി അറേബ്യയെ സബോട്ടേജ് ചെയ്തു എന്നുള്ള നിലയിൽ അവർ ആക്കി തീർക്കുകയാണ് ചെയ്തത്. 2019 ഒപെക് പ്ലസിൽ തന്നെ സൗദി അറേബ്യയും UAEയും തമ്മിൽ ഒരു ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അത് 2024 ആകുമ്പോഴത്തേക്കും അത് സൈനികവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇന്നലെയോ തുടങ്ങിയതല്ല. സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ഈ ഒരു വിഷയം സൗദി അറേബ്യയെ ഏറ്റവും കൂടുതൽ നിക്ഷേപം അഥവാ ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുള്ള രാജ്യമാക്കി മാറ്റണമെന്ന് MBS എന്ന് തീരുമാനിച്ചോ അന്ന് തുടങ്ങി ഈ റൈവൽറി. സൗദിയിലെ മാധ്യമങ്ങൾക്ക് പ്രധാന പങ്ക്, ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് അൽ ജസീറ ഖത്തറിൽ. കാരണം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഖത്തറിനെ ഉപരോധിച്ചത്. ഖത്തർ ഇവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വാർത്തകളും അടിച്ചിറക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതിനെ സൗദിയിലെ വഹാബിസത്തിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അബുദാബിയിലെ നിയമങ്ങളെയും അബുദാബിയുടെ നിലപാടുകളെയും ഷാർജ ഷെയ്ഖിന്റെയും ഷാർജ എമിറേറ്റിന്റെയും നിലപാടുകളുമായിട്ട് താരതമ്യം ചെയ്തു. ഷാർജയിലെ നിയമങ്ങൾ പരമ്പരാഗതമാണ്, അത് സൗദിയോട് യോജിക്കുന്നതാണ്. പക്ഷേ അബുദാബിയുടെ നിലപാട് അങ്ങനെയല്ല. അബുദാബി കുറച്ചുകൂടെ ഓപ്പൺ ആണ്, ഇസ്രായേൽ ഓറിയന്റഡ് പോളിസികളാണ് അബുദാബിക്കുള്ളത് എന്നുള്ള നിലയിലാണ് മാധ്യമങ്ങൾ പരസ്യമായി തന്നെ എഴുതിയത്. പക്ഷെ അതിനെ പരസ്യമായി തന്നെ അബുദാബി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വളരെ ബോൾഡായിട്ട് തന്നെ ശക്തമായി അതിനെ അംഗീകരിക്കുകയും ചെയ്തു. നിങ്ങൾ ഒളിച്ചും മറച്ചും ചെയ്യുന്നു, ഞങ്ങൾ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അബുദാബിയുടെ മറുപടി. അതായത് പാശ്ചാത്യവൽക്കരണത്തിനെതിരെ നിൽക്കുന്ന ഷാർജ, പരമ്പരാഗത ഇസ്ലാമിക നിയമങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഷാർജ, ഈ ഷാർജയെ നിരന്തരം പൊക്കിയടിക്കുകയാണ്. എന്നിട്ട് പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അബുദാബിയെ താഴ്ത്തിക്കെട്ടാണ്. ദുബായിയോട് അസൂയയുമാണ് സൗദി അറേബ്യയ്ക്ക്. കാരണം ദുബായ് പോലെ ഒരു നഗരം എനിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വെപ്രാളവും വേവലാതിയാണ്. അതിൻ്റെ വെപ്രാളത്തിൽ തുടങ്ങിയതാണ് നിയോം പ്രോജക്റ്റ്. ഇപ്പം കിടന്ന് ഇഴയുകയാണ്. ദുബായ് ഇങ്ങനെ ഉണ്ടായതിന് ഒരുപാട് ചരിത്രമുണ്ട്, ചരിത്ര പ്രാധാന്യം വളരെയധികമുണ്ട്. അത് പഠിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറച്ച് പൈസ കൊണ്ടിട്ടിട്ട് ഞാൻ മണലാരണ്യത്തിൽ ദുബായ് പോലൊരു നഗരം പണിത് കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന വിഷയമല്ല. ഇപ്പം MBS പറയുന്ന സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല. ഇപ്പം UAE ഇൻ മൈ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് UAE പുള്ളിക്കാരൻ്റെ ഹൃദയത്തിലുണ്ട് പോലും. പക്ഷേ അബുദാബി അങ്ങനെയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ UAE-ക്കെതിരെ, ഞാൻ അബുദാബിയുടെ MBZ അഥവാ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ നിലപാടുകൾക്കെതിരാണ്, അതായത് അബുദാബിക്ക് മാത്രം എതിരാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ അബുദാബിക്ക് മാത്രം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇത് UAE എമിറേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ കസേര തെറിപ്പിച്ചിട്ട് പുള്ളിക്കാരനെ സെക്കൻഡ് കാറ്റഗറിയിലാക്കി അബുദാബിയുടെ ചീഫ് മിനിസ്റ്റർ അഥവാ അബുദാബിയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ മാത്രമാക്കിക്കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇതിന് അറബ് ലീഗിന്റെ മീറ്റിംഗിലായിക്കോട്ടെ OIC-യിലായിക്കോട്ടെ സൗദി അറേബ്യ ചൂണ്ടിക്കാണിക്കുന്നത് സുഡാൻ മുതൽ ടുണീഷ്യ വരെ UAE-യുടെ കരങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അത് ഇസ്രായേലിന് പലപ്പോഴും അനുകൂലമായിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടി സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ സൗദി അറേബ്യയിൽ അലി അൽ ഷക്കാബി എന്നൊരാളുണ്ട്. ഈ അലി അൽ ഷക്കാബി എന്ന് പറയുന്നത് നിയോം പ്രോജക്റ്റിന്റെ അഡ്വൈസറാണ്, ഉപദേഷ്ടാവ്. പുള്ളിക്കാരനാണ് ശക്തമായി UAE-ക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. അയാൾ പറഞ്ഞു വെച്ചത് UAE-യുടെ ആകാംക്ഷ പ്രശ്നമല്ല, UAE-യുടെ ആഗ്രഹങ്ങൾ വിഷയമേ അല്ല, ഇന്ന് അത് നടപ്പിലാക്കാൻ UAE തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണ് തെറ്റ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. മുനീഫ് അൽ ഹർബി എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകനുണ്ട്. ഇവരെല്ലാം തന്നെ മേജർ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ അഥവാ അബുദാബി ഇസ്രായേലിന്റെ, അതായത് ഷിൻബെറ്റിന്റെ ആൾക്കാർക്ക് വരെ ഇവിടെ വിസ കൊടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അബുദാബിയെ പ്രധാന പങ്കാളിയിൽ നിന്നും സെക്കൻഡ് കാറ്റഗറിയിലേക്ക് താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരേ ഒരു ലക്ഷ്യം. ഇസ്രായേലിന് UAE സൈനിക താവളങ്ങൾ നൽകിയിരിക്കുന്നു. യമനിൽ രഹസ്യ ജയിലുകളുണ്ട്. സെക്കോട്ര, എരിത്രിയ, സൊമാലിലാൻഡ് ഇടങ്ങളിലൊക്കെ ഇസ്രായേലിന് സൈനികപരമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്. അവിടെയൊക്കെ ഇസ്രായേലിന്റെ നിരീക്ഷണ റഡാറുകൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഇത് റെഡ് സീയിലൂടെ സഞ്ചരിക്കുന്ന, ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കണേ, റെഡ് സീയിലൂടെ സഞ്ചരിക്കുന്ന സൗദി, തുർക്കി, പാകിസ്ഥാൻ, ചൈന. ഒന്നുകൂടെ ഞാൻ പറയാം, സൗദി, തുർക്കി, പാകിസ്ഥാൻ, ചൈന. ഇവിടെ അമേരിക്ക പറയാൻ പറ്റത്തില്ല, യൂറോപ്പിന്റെ രാജ്യങ്ങളെ പറയാൻ പറ്റത്തില്ല, കാരണം അതൊക്കെ ഇസ്രായേലിന് അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്തിരിക്കുന്ന രാജ്യങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്. പിന്നെ തുർക്കി, അത് എവിടെയും ചേരും. അപ്പോൾ സൗദി, തുർക്കി, പാകിസ്ഥാൻ, ചൈന പോലത്തെ രാജ്യങ്ങളുടെ കപ്പൽ മാർഗമുള്ള സഞ്ചാരം, ആ രാജ്യങ്ങളിലേക്ക് പോകുന്ന ചരക്കുകൾ, ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് താവളമൊരുക്കുകയാണ് UAE എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായല്ലോ എന്താണ് ഇതിന്റെ ഒരു ഫോർമുല എന്നുള്ളത്. ഇതാണ് സൗദി അറേബ്യ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം MBS ആണ്. ഇപ്പൊ സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് യമനിൽ സൗദി അറേബ്യയുടെ പുനഃക്രമീകരണം. ഇതിലൂടെ എല്ലാ അറബ് രാജ്യങ്ങളെയും സൗദി അറേബ്യയുടെ കീഴിലേക്ക് കൊണ്ടുവരിക. സുപ്രീം മിലിറ്ററി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, സൗത്ത് സൗത്ത് കോൺവെർസേഷൻ. അതിലൂടെ UAE-യുടെ സ്വാധീനം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അബുദാബിയുടെ ഡോമിനൻസിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. ഇതാണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല. ഓൾറെഡി ഇതിനെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്ത് നേരെ ഇന്ത്യയിലേക്ക് പോയി അവിടെ കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ച് വിലയിരുത്തി അവരുടെ ബിസിനസ് പുഷ്ടിപ്പെടുത്താനും UAE സ്ഥിരമായിട്ട് ഇന്ത്യക്ക് എണ്ണ സപ്ലൈ ചെയ്യാനുമുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. UAE-യിൽ നിന്നായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നതും ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്താൻ പോകുന്നതും. അത് ഏത് വിധേനയും UAE സാധിച്ചിരിക്കും. ഇത്തരത്തിലുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, സ്വന്തം പദവിക്ക് തന്നെ ഭീഷണി വന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജ്, എന്നുള്ള വിഷയം ഡിസ്കസ് ചെയ്യാനാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ കാണാൻ MBS പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നത്. ഇതാണ് ഇതിന്റെ കാതലായ വിഷയം. അപ്പൊ ഇപ്പം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന അറബ് സബ്മിറ്റ്, ഇന്ത്യക്ക് സ്വാധീനമുള്ള അറബ് രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സിനെ എല്ലാം ഇന്ത്യ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അറബ് രാജ്യങ്ങളുടെ നേതാക്കളല്ല വരുന്നത്,
ഇതെല്ലാം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ എന്നത് എല്ലാം ഫോറിൻ മിനിസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഈ ഫോറിൻ മിനിസ്റ്റേഴ്സ് ത്രൂ ഇന്ത്യ UAE ശക്തമായ രീതിയിൽ ജോയിന്റ് പാർട്ട്ണർഷിപ്പിലൂടെ പല പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൻ പ്രോജക്റ്റിലൂടെ അറബ് ലീഗിനെ ഒന്ന് പിടിച്ചു നിർത്താനും അത് UAEയോടൊപ്പം ശക്തമായ നിലയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുമുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്. ഇപ്പൊ ഇന്ത്യയുടെ സഹായം എന്ന് പറയുന്നതിലുപരിയായിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. പക്ഷേ ഈ സമയത്ത് വളരെ നിർണായകമാണ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് UAEക്ക്. അതിനെ തുടർന്ന് UAE ഭരണാധികാരി നേരെ പോയത് റഷ്യക്കാണ്. വ്ളാഡിമിർ പുടിൻ ഫുള്ളി റെഡ് കാർപ്പറ്റ് വെൽക്കം ആയിരുന്നു. കാരണം ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയിലുള്ള പല എണ്ണ കമ്പനികളും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലത്തെ കമ്പനികളൊക്കെ റഷ്യൻ ഓയിൽ ചീപ്പർ പ്രൈസിൽ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ UAE ത്രൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം UAEക്കും റഷ്യക്കും ഇന്ത്യക്കും അല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധത്തിന്റെ സൂചനയായിട്ട് തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ റഷ്യ വിസിറ്റ് ചെയ്തത്. അവിടെ വേറെയും പല ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് UAE റഷ്യ ഇന്ത്യ ആ ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പം റഷ്യ ആണെങ്കിൽ ഇന്ത്യയിൽ Su-57 ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനുള്ള ഫാക്ടറി ഓപ്പൺ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇനി മുന്നോട്ട് വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഡിപ്ലോമസിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സൗദി അറേബ്യ UAE സാമ്പത്തിക യുദ്ധം, തുറന്ന സാമ്പത്തിക യുദ്ധം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സൗദി അറേബ്യ ഇമീഡിയറ്റ് ആയിട്ട് UAEയിൽ നിന്നും $26.6 ബില്യൺ വിഡ്രോ ചെയ്തു. വളരെ നിർണായകമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. $26.6 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് വിഡ്രോ ചെയ്തത്. സൗദി അറേബ്യയിലുള്ള കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. UAEയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുതെന്ന് തന്നെയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടൂറിസം ബഹിഷ്കരിക്കണമെന്ന് അവിടുത്തെ പത്രങ്ങൾ എഴുതുന്നുണ്ട്. അതായത് UAEയിലേക്കുള്ള സന്ദർശനം, ടൂറിസം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഏറ്റവും നമ്പർ 1 ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നും UAE സന്ദർശിക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ ടൂറിസ്റ്റുകളുടെ നമ്പർ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ നമ്പറാണ്. സൗദി അറേബ്യയ്ക്ക് അടുത്ത് ഏറ്റവും കൂടുതൽ UAE സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾ ഇന്ത്യക്കാരാണ്. UAE ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല, പരിമിതമായിട്ടാണ് പ്രതികരിക്കുന്നത്. UAE എപ്പോഴും ആക്ഷനിലൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൗദി അറേബ്യയെക്കാളും ബെറ്റർ ആയിട്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും UAEക്കുണ്ട്. ഈ പാശ്ചാത്യ ലോബിയിങ് ഭീഷണി, അതായത് ഈ ട്രംപ് ഭരണകൂടവും MBSും തമ്മിൽ ഭയങ്കര ബന്ധമാണല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഒരു ഭീഷണി. അങ്ങനെയാണ് ഖത്തറിനെ പോലെ ഞാൻ നിന്നെ ഒതുക്കും എന്നുള്ള രീതിയിൽ സൗദിയിലെ MBS UAE നോക്കി പറഞ്ഞത്. വിഷൻ 2030 എന്നുള്ളൊരു പദ്ധതിയുണ്ട് MBSന് സൗദി അറേബ്യയിൽ. ആ പദ്ധതിക്കെതിരെ UAEയിൽ ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണം. UAEക്കുള്ളിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇല്ല. ഇതൊക്കെയാണ് സൗദി അറേബ്യ UAEക്കെതിരെ ചുമത്തുന്ന ആരോപണം. ഗൾഫിലെ പുതിയ പവർ പൊളിറ്റിക്സ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗദിയും UAEയും ഇനി സൈനികപരമായി, സാമ്പത്തികപരമായി, മാധ്യമരംഗത്ത്, ബിസിനസ് പരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പീറ്റ് ചെയ്യുന്ന എതിരാളികളായിട്ട് മാറിയിരിക്കുകയാണ്. MBS ആണെങ്കിൽ ഗൾഫ് മേഖലയെ തനിച്ച് നിയന്ത്രിക്കാം എന്നുള്ള ഒരു വ്യാമോഹത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. വ്യാമോഹമാണോ അല്ലെങ്കിൽ പുള്ളിക്കാരനെ നടപ്പിലാക്കി കാണിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട വിഷയമാണ്. ഇനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പുള്ളിക്കാരന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇന്ത്യയെ കൂട്ടുപിടിക്കുന്നത് പോലെ പല രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് വരും, അതിലൂടെ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് വീണ്ടും UAEക്ക് ഒരു ശക്തമായ പിന്തുണ ഗൾഫ് മേഖലയിൽ നേടിയെടുക്കും എന്നുള്ളതാണ് ഇപ്പം പ്രധാനമായിട്ടും UAEയുടെ സഖ്യരാഷ്ട്രങ്ങളും UAEയിൽ തന്നെയുള്ള മറ്റുള്ള എമിറേറ്റ്സുകളിലുള്ള മെമ്പേഴ്സും നോക്കി കാണുന്നത്. വളരെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ക്രാക്ക് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.